ഒരു സൂചനയാണ്, ഇതൊരു തുടക്കമാണ്. INTUC പറയുന്നത് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു ദീർഘകരാറ് ഉണ്ടായിരുന്നു. അന്ന് 1500 കോടി രൂപയാണ് KICBക്ക് നഷ്ടമുണ്ടായിരുന്നത്. ഇന്ന് ആ നഷ്ടം 4500 കോടി രൂപയായി. എങ്ങനെയാണ് ഈ 4500 കോടി രൂപ വന്നത് എന്ന് വെച്ചാൽ, കുത്തക മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും അവരടയ്ക്കേണ്ടതായിട്ടുള്ള തുക ഏകദേശം 1500ഓളം കോടി രൂപയാണ് അവർ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അത് വേണ്ടെന്ന് വെച്ചു. നമ്മൾ സാധാരണക്കാരൻ ഒരു 150 രൂപ കറണ്ട് കാശ് അടയ്ക്കാൻ വൈകിയാൽ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് 3-4 പ്രാവശ്യം വന്ന് നമ്മളോട് പറയും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അവർ ആ കറണ്ട് കട്ട് ചെയ്യും. പൊതുമേഖലാ സ്ഥാപനമൊക്കെ മിക്കതും നഷ്ടത്തിലാണെങ്കിൽ പോലും അവർ കൃത്യമായിട്ട് ശമ്പളവും ഉദ്യോഗസ്ഥർക്കെല്ലാം കൊടുക്കുന്നുണ്ട് സർക്കാർ. പക്ഷേ KICBക്ക് കൊടുക്കേണ്ട തുക മാത്രം അവർ കൊടുക്കുന്നില്ല. അതും സർക്കാരാണ്, ഇതും സർക്കാരാണ്. സാധാരണക്കാരെ പിഴിഞ്ഞുണ്ടാക്കുന്ന പണം മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ആകൃതിയും അവർക്കെടുക്കാനുള്ള ആ താല്പര്യവുമാണ് ഇപ്പോൾ കാണുന്നത്. ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ആ ദീർഘകരാറ് മാറ്റി വളരെ ലാഭത്തിലും, അന്ന് 1500 കോടി രൂപ നഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ അത് വളരെ കുറച്ച് കൊണ്ടുവരാം എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹവും അത് നടപ്പിലാക്കുന്ന പ്ലാനും. പക്ഷേ ഈ ഗവൺമെന്റ് വന്നു, ആകെ തറമാറാക്കി. അതിൽ നിന്ന് 1 രൂപ പോലും ആ കരാറിൽ നിന്ന് 1 രൂപ പോലും എടുത്ത ആളുകളിൽ നിന്ന് കിട്ടൂല എന്നുള്ള ധാരണ വന്നു കഴിഞ്ഞപ്പോൾ അത് പൊളിച്ച് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, ഗവൺമെന്റ് ലാഭത്തിന് വേണ്ടിയല്ല, അവരുടെ മന്ത്രിസഭയ്ക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ലാഭത്തിനു വേണ്ടി ആ കരാറ് മാറ്റാൻ തീരുമാനിച്ചു. ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ നല്ലൊരു ഭാഗത്തിനു വേണ്ടിയല്ല അവർ ചിന്തിച്ചത്, അവർക്ക് കാശുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം. സമരം ചെയ്യുമ്പോൾ INTUC എക്കാലത്തും ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്താലും പിണറായി വിജയൻ സർക്കാർ ചെയ്താലും ആര് ചെയ്താലും INTUC സമരത്തിന് മുന്നാണ്. തെറ്റായ പ്രവണതകൾ കാണിച്ചാൽ സമരമാണ്. മുൻകാലം CITയും CPM കാണിച്ചതും അതുതന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ CPMഉം CITയും അതിന് വിപരീതമാണ്. അവരും ഓശാന പാടാണ്. ഓശാന പാടിയില്ലെങ്കിൽ അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല. പറഞ്ഞു വന്നത്, ഇപ്പോഴത്തെ രാഷ്ട്രീയം, ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടി, ഇവിടെ മുൻ മന്ത്രിയുണ്ട് ജോസ് തെറ്റയിൽ, അദ്ദേഹത്തിനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാം. അല്ലെങ്കിൽ CITയുടെ നേതാക്കളുണ്ട്, അവർക്കൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാം. ഇവിടെ ഈ വൈദ്യുതി ചാർജ് കൂടുതലാണ്, അത് പിൻവലിക്കണം, ഈ സാഹചര്യത്തിൽ പിൻവലിക്കണം. ഇത് KICBയുടെ വൈദ്യുതി മാത്രമല്ല, നിത്യോപക സാധനങ്ങളുടെ വിലവർദ്ധനവ് വളരെ രൂക്ഷമാണ്. ഇരുട്ടടി പോലെയാണ് വൈദ്യുതി ചാർജും വന്നിട്ടുള്ളത്. വീണ്ടും വൈദ്യുതി ചാർജ് വർധനവ് അടിച്ചേൽപ്പിച്ച സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ അതിശക്തമായ സമരവുമായി INTUC സംസ്ഥാനത്തൊട്ടാകെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അങ്കമാലി റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ ബാബു സാനിയും ബിജു കാവങ്ങ ഉൾപ്പെടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മേരി അസിക്കുട്ടി, രാലി മഹിളാ കോൺഗ്രസിന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന വൈദ്യുതി മന്ത്രി, അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ബോർഡിനെ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ചെയർമാനെ മാറ്റുകയും ഉദ്യോഗസ്ഥന്മാർക്ക് യൂണിയൻ തലത്തിലുള്ള അതിൻ്റെ CPMന്റെ സംഘടനാ നേതാക്കൾക്ക് ഈ ബോർഡിൽ നിന്നും കൈയിട്ട് വാരാനും അഴിമതി നടത്താനുമുള്ള അവസരമുണ്ടാക്കിക്കൊണ്ട് ഈ ബോർഡിനെ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ ബോർഡിൽ ഒരുപാട് നഷ്ടത്തിൽ നിന്നിരുന്ന ബോർഡിനെ ലാഭത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ 8 വർഷക്കാലമായി ഈ പിണറായി വിജയൻ സർക്കാർ ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ വന്നതിന് ശേഷമാണ് ഈ ബോർഡ് വലിയ ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാരം മുഴുവൻ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ INTUC ഈ സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്നാണ് ഈ ധർണയിലൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്.
INDUC സിന്ദാബാദ്. പ്രതിഷേധ ധർണ സിന്ദാബാദ്. പ്രതിഷേധ ധർണ സിന്ദാബാദ്. ലാവ്ലിൻ കള്ള പിണറായി രാജിവെക്കൂ, പുറത്തു പോകൂ. രാജിവെക്കൂ, പുറത്തു പോകൂ. കൂട്ടിയ വൈദ്യുതി ചാർജ് ഉടൻ പിൻവലിക്കുക. കൂട്ടിയ വൈദ്യുതി ചാർജ് ഉടൻ പിൻവലിക്കുക.